ചത്തില്ലേ? ഇത്രയും പേരെ കൊന്നൊടുക്കിട്ട് മതിയായില്ലേ? ഇനിയും യുദ്ധം കൊണ്ട് ഈ ലോകം മുഴുവൻ നശിപ്പിക്കാൻ ഉയർത്തെഴുന്നേറ്റ് വന്നതാണോ? വാള് വീശി രക്തം ചിന്തി യുദ്ധം ചെയ്യുന്നത് തകർച്ചയ്ക്കല്ല, ഉയർച്ചയ്ക്കാണ്. അവിടെ വീഴുന്ന ജഡങ്ങൾക്ക് പോലും ഉപയോഗമുണ്ട്. അറിയണമെങ്കിൽ കഴുകനോട് ചോദിക്ക്. എന്താ കരുതിയേ? നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ലെന്നാണോ? ഉയരം കൂടിയ കോട്ടകൾ കെട്ടാൻ ആദ്യം ആഴം കൂടിയ കുഴികൾ എടുക്കണം. എന്റെ ഈ സാമ്രാജ്യത്തിന്റെ അടിത്തറ നീ എന്തെങ്കിലും കുഴിച്ചു നോക്കിയാൽ അവിടെ കല്ലുകൾക്ക് പകരം എനിക്ക് തട നിന്നവരുടെ തലയോട്ടികൾ കാണാം. അവൻ നിങ്ങളെ തടുക്കും. ഞങ്ങളുടെ ദൈവം തടുക്കും. കേട്ടിട്ടുണ്ട്. റോക്കി, അവനെയും ഞാൻ തന്നെ ഭസ്മമാക്കും. ഈ 5.5 അടിയിൽ 50 കിലോ മാത്രമുള്ള ഞാൻ ഒറ്റയ്ക്ക് നിന്റെ പടയെ തടുത്തു നിർത്തി നിന്റെ കൈകളെ വിറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു നോക്ക്. ഓരോരോ ഇലയായി നുള്ളിക്കളയാൻ സമയമെടുക്കും. പക്ഷെ ഞാൻ വൻമരത്തെ പേരോടെ പിഴുതറി നിന്റെ ആ ദൈവത്തിന്റെ ദേഹത്ത് നിന്നും രക്തം വരുമല്ലോ. അധീര കൊടുമുടികളെ കൊമ്പ് കുത്തിക്കാൻ കെൽപ്പുള്ളവരെന്ന് കേട്ടിട്ടുണ്ട്. ആദ്യം നീ ഗരുഡയിൽ നിന്ന് ഒളിച്ചു നിന്നു, ഇപ്പൊ റോക്കിയിൽ നിന്നും. KGF നിന്ന് 25 വർഷം കൊണ്ട് നമ്മളെടുത്ത സ്വർണം അവൻ വെറും 2 വർഷം കൊണ്ട് കുഴിച്ചെടുത്തു. അവിടെ എന്താ നടക്കുന്നത്, അവിടുത്തെ സെക്യൂരിറ്റി എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണെന്ന് പോലും ആർക്കും അറിയില്ല. എന്നാൽ അവന്റെ KGF ആർക്കും സൂചി കുത്താൻ പോലും കഴിയില്ലെന്നറിയാം. നീ ഇരിക്കേണ്ട ഇടത്താണ് അവരിരുന്ന് ഭരിച്ചു വാഴുന്നത്. നീ ഇവിടെ ഒരു ഗുഹയിൽ ഒളിച്ചിരുന്നത്. പതിയെ സംസാരിക്കേ, തല പൊട്ടുന്നു. നീ പറഞ്ഞത് ശരിയാണ്. ആർക്കും KGF-നുള്ളിൽ കാല് കുത്താനാവില്ല. വാനരവും അവന്റെ ഗാർഡ്സും റോക്കിയുടെ മേൽ ഒരു നിഴൽ പോലും വീഴാൻ അനുവദിക്കില്ല. അവന്റെ ബാരക്സിൽ നിറയെ ഗാർഡ്സും ധാരാളം വെടിക്കോപ്പുകളുമുണ്ട്. പാടാണ്, പക്ഷെ അവിടെ വച്ച് ഞാൻ അവനെ കൊല്ലും. അതേ മൈൻസിൽ. അവിടെ എത്താൻ 2 വഴികളുണ്ട്. ഒന്ന് ഈസ്റ്റ് ഗേറ്റ്, മറ്റൊന്ന് വെസ്റ്റ് ഗേറ്റ്. രണ്ടിടത്തും ശക്തമായ കാവലുണ്ട്. നമുക്ക് മൂന്നാമതൊരു വഴി വേണം. ഖനി കുഴിച്ചു കുഴിച്ച് എത്രയോ കിലോമീറ്റർ ദൂരം പോകുന്നുണ്ട് KGF-ന് പുറത്തേക്ക്. അതാണ് നമ്മുടെ മൂന്നാമത്തെ വഴി. ഇത്രയും കാര്യങ്ങൾ നിനക്കെങ്ങനെ അറിയാം? അവനെ വെറുതെ വിട്ടത് എന്റെ പിഴവ്. പക്ഷെ എന്റെ ജീവൻ ബാക്കി വെച്ചത് അവന്റെ അവസാനത്തെ പിഴവ്. ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടരുത്. അതുകൊണ്ടാണ് KGF-ൽ കഴിഞ്ഞ 2 വർഷമായി ഓരോരോ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവരെ പിടിച്ചുകൊണ്ടുവന്ന് ഈ തയ്യാറെടുപ്പ് നടത്തിയത്. ഇനി ഇവരെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഏയ്, ശബ്ദമുണ്ടാക്കരുത്, തല പൊട്ടുന്നു. ഈ കാഴ്ച നിനക്കുള്ളത്. അകത്തേക്കുള്ള വഴി നീ കണ്ടെത്തിയില്ലെങ്കിൽ നീയും ഇവരുടെ കൂട്ടത്തിലിരിക്കും. അധീര കൊടുമുടികളുടെ കൊമ്പൊടിക്കുന്നത് നിർത്തി ഇനി അടിയോടെ സർവനാശം നടത്തും.